ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദീഷു സ്റ്റോറീസ് ആൻഡ് ലൈഫ്. ഇന്ന് അങ്കനവാടി കലോത്സവമാണ് കേട്ടോ. ഇന്നലെ ഞാൻ അതിൻ്റെ കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഇന്ന് അവിടെ പ്രോഗ്രാമാണ്. അപ്പം ഞങ്ങൾ രാവിലെ 10:30 വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഏട്ടൻ കൊണ്ടാക്കി തന്നു. അവിടെ എത്തിയിട്ടാണ് ഡ്രസ്സൊക്കെ മാറ്റി മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊന്നുമില്ല, ഒരു പൊട്ടും ഐബ്രോ ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ കളിയില്ല, അപ്പോൾ ഒരു ലിപ്സ്റ്റിക്കും വെറുതെ ഇട്ട് കൊടുത്തൊന്ന് ചെറുതായി ബ്ലഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അവൻ്റെ ഫ്രണ്ട്സാണ്. ഐഷു, ആശി, ഇത് നന്ദു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. നന്ദു നമ്മുടെ അയൽവാസി കൂടിയാണ്. പിന്നെ അതേ അവർ ഡ്രസ്സൊക്കെ ചെയ്തിട്ടും അടങ്ങി ഒതുങ്ങിയിരിക്കുന്നില്ല, ഓടി കളിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരുപാട് വേറെ 18ഓളം അംഗനവാടിയിലെ പാരൻസും കുട്ടികളും ഒക്കെ എല്ലാവരും ഉണ്ട്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ അടക്കി ഒതുക്കി ഒരു ബെഞ്ചിലിരുത്തി കുറച്ച് എല്ലാവരും റെഡിയായി വന്ന ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട്. പക്ഷേ എല്ലാവരും റെഡിയായി പെട്ടെന്ന് കഴിയുന്നേ ഉണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് പുറത്ത് സ്റ്റേജിലെ പ്രോഗ്രാംസ് ഓരോന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവർ രണ്ടാളും വന്നിരുന്നു കേട്ടോ റെഡിയായിട്ട്. ബാക്കിയുള്ളവരൊക്കെ റെഡിയായിട്ട് ഇങ്ങനെ വരാൻ നിൽക്കുകയാണ്. ഇത് കുഞ്ചു ആണ്. പിന്നെ ഇതേ ബാക്കിയുള്ളവരൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് ക്ഷമ കെടുകയാണ്. നിന്നിട്ട് പാട്ടിങ്ങനെ കേൾക്കുമ്പോൾ അവിടുന്ന് സ്റ്റേജിൽ നിന്ന് പാട്ട് കേൾക്കുന്നതിനനുസരിച്ച് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മെല്ലെ റെഡിയൊക്കെ ആയി പുറത്തേക്ക് ഇറക്കി നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇനി അങ്ങോട്ട് പോവുകയാണ്. ഒരു 1-2 പരിപാടി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേജിൽ കയറാനായി. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഒരാൾ ഒന്ന് പറഞ്ഞാൽ മറ്റേ ആൾ അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും, അങ്ങനെയാണല്ലോ കുട്ടികൾ, അങ്ങനെയാണല്ലോ. അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ തന്നെ നമ്മൾ കുറേ ബുദ്ധിമുട്ടും കേട്ടോ. അങ്ങനെ ദേ സ്റ്റേജിൽ വേറെയും കുറേ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസം കേട്ടോ, കുട്ടികൾ കളിക്കുന്നത് കാണാൻ. അവർ സ്റ്റേജിൽ നിന്നാൽ തന്നെ ഭംഗിയല്ലേ കാണാൻ. ഇത് നമ്മുടെ ഓണം മൂഡ് സോങ്ങില്ലേ, സാഹസം മൂവിയിലെ, അതിൻ്റെ സോങ്ങാണ്. പിന്നെ അവൻ്റെ പ്രോഗ്രാം കഴിഞ്ഞു. പ്രോഗ്രാമിൻ്റെ വീഡിയോ ഞാൻ വേറെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്, ഡാൻസിൻ്റെ വീഡിയോ. അപ്പോൾ സ്റ്റേജിൽ വേറെ ഇതേ പാട്ടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മുഴുവനൊന്നും അവിടെ പോയിരുന്ന് കാണാനൊന്നും കഴിഞ്ഞില്ല. കാരണം ഇവർ ഇവിടെ കൂടെ ഓടി നടക്കുകയാണ്, അവർ അവിടെ ഒതുങ്ങിയിരിക്കത്തില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവർക്കൊരു പാട്ട് കൂടെ ഉണ്ടായിരുന്നു. പാട്ട് പാടണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങുവാനക്കോണിലെ പാട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെയൊന്നും വരികളൊന്നും അറിയില്ല. അപ്പോൾ അറിയുന്ന പോലെ പാടാമെന്ന് പറഞ്ഞിട്ട് കയറിയതായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടുന്നുണ്ട് കേട്ടോ. കുറേ പേര് മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അതിൽ 1-2 ആൾ പാടുന്നുണ്ട്. പിന്നെ ഉയർന്നു വാ എന്നുള്ള ആ ഒരു ലിറിക്കൊക്കെ എത്തുമ്പോൾ ചിലർ സൗണ്ട് കൂടുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ അവർക്ക് കഴിയുന്ന പോലെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവരെ കഴിഞ്ഞു. പിന്നെ ഞങ്ങളിങ്ങ് പോന്നു. അപ്പോഴേക്കും വേറെ പ്രോഗ്രാംസ്, വേറെ കുട്ടികൾ കളിക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണാൻ, കുട്ടികളെ പരിപാടിയൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. കുറേ പേര് കളിക്കും, കുറേ പേര് കരയും. അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളല്ലേ. നല്ല രസമായിരുന്നു എന്തായാലും കാണാൻ. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് നല്ല ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ പ്രോഗ്രാംസ് കുറേ കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങ് പോന്നു. അപ്പോൾ കുട്ടികളുടെ കലോത്സവം പരിപാടി ഈ വർഷത്തെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.